അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുക. എന്തുവാ ഈ അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ? കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പുറകിലും കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കഴിക്കുന്നത് പോലെ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? പൊടിച്ച് ഞെരടി ചിലയിടത്തൊക്കെ കുറുക്കാക്കി അവരെ കുടിപ്പിക്കുന്ന പരിപാടികളുണ്ട്. എന്ന് പറയുന്ന പോലെ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, അവരെ കഴിക്കുന്ന ഭാഗത്തിലാക്കി കൊടുക്കുക. ഇൻ ദ സെയിം വേ നമ്മൾ ഈ ചിന്തിച്ചു വരുന്നതിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ, ദൈവവചനത്തെ നുറുക്കി മക്കൾക്ക് മനസ്സിലാകുന്ന നിലയിലേക്ക് കൊടുക്കണം. ഇത് ചിന്തിച്ചപ്പോൾ ഞാൻ 2 നിലയിലാണ് ഇതിനൊരു ആപ്ലിക്കേഷൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന്, വെർ ഇസ് എ ബ്രെഡ് ബ്രോക്കൺ? എവിടെ വചനം നുറുക്കുന്നത്? ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വചനം ഇപ്പം നുറുക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ യു ലുക്ക് അറ്റ് ദിസ് ചിൽഡ്രൻ, ഇവിടെ ദേ ആർ ഫുള്ളി ഡിസ്ട്രാക്റ്റഡ്. ഇടയ്ക്കിരിക്കുന്ന യൗവനക്കാരൻ നോക്കുക, ദേ ആർ ഡിസ്ട്രാക്റ്റഡ്. അപ്പൊ എന്തോ പരിഹാരം? ഒരു പരിഹാരം, ശുശ്രൂഷിക്കുന്ന ഞങ്ങളെല്ലാം ദൈവസന്നിധിയിൽ കുറച്ചും കൂടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥനയുടെ കുറവാണോ ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ളൊരു സംശയം എനിക്കിപ്പോൾ ഉണ്ട്. ബട്ട് ലിസൺ ടു മീ, ഓൺ ദ അതർ ഹാൻഡ്, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് സാധ്യമല്ല. ആര് പ്രസംഗിച്ചാലും സാധ്യമല്ല. കാരണം പറയാം, ഇവിടെ ഇരിക്കുന്ന പിള്ളേര്, കുഞ്ഞുങ്ങള്, ഇവരുടെ മനസ്സിൽ കൂടെ ഇപ്പൊ പോകുന്ന കാര്യം എന്തോന്നറിയോ? ഈ അടുത്ത പോയിന്റ് എന്തുവാണെന്നാണോ? ഓ, ആദ്യം വരെ പറഞ്ഞ പോയിന്റ് എന്ത് പറഞ്ഞില്ല, അപ്പോഴും അടുത്ത പോയിന്റ് നമ്മൾ അടുത്ത് നാളെ രാവിലെ കൊടുക്കേണ്ട ഹോംവർക്ക്, നാളെ രാവിലെ എഴുതേണ്ട എക്സാം, നാളത്തെ ലാബ് റിപ്പോർട്ട്, നാളത്തെ ടീച്ചറിന്റെ ഫസ്റ്റ് പീരീഡ്, ചിലർക്ക് അവസാനത്തെ ഗെയിംസ് പീരീഡ്. ഇതൊക്കെ അവരുടെ ചിന്തയിൽ കൂടെ പോകുന്ന കാര്യം. അപ്പൊ ഞാൻ പറയോ, തലമുറകൾ പിടി, doesn't make sense. It is going overboard. മേളിൽ കൂടെ പറന്നു പോവാ പലതും. അല്ലെ, അവരോട് ചോദിക്കും നിങ്ങൾ വീട്ടിൽ പോയിട്ട്, കഴിഞ്ഞ ആഴ്ച ഇന്നെന്ത്? They don't understand. ചെയ്യേണ്ട സൊല്യൂഷൻ എന്താ അറിയോ? സൊല്യൂഷൻ ഈസ് ഇൻ യുവർ ഫാമിലി ബ്രേക്ക് ദ ബ്രെഡ് അഗെയിൻ. ഞങ്ങളെക്കാളും നല്ലതായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അറിയത്തില്ലേ? സിറ്റ് ടുഗെദർ, ബിൽഡ് ആൻ ഓൾട്ടർ where the father, mother and children sit together and break the bread again. അവർക്ക് മനസ്സിലാകുന്നത് പോലെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് വീണ്ടും നുറുക്കി അവർക്ക് കൊടുക്കണം. ഉത്തരവാദിത്തം പിതാക്കന്മാർ ഏറ്റെടുക്കാൻ തയ്യാറാവണം. 8 മണിയാകുമ്പോ നീ പ്രാർത്ഥിച്ചോടി എന്ന് പറയുന്നതല്ല. സീരിയസ് ടൈം ഓഫ് ബ്രേക്കിംഗ് ബ്രെഡ് ഇൻ ദ ഫാമിലി. നിങ്ങൾ അനുവാദം തരുവാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ആക്ടിവിറ്റി. എന്താണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഒരാളെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കാം, മോളെ ഇന്നലെ രാത്രി പപ്പ പറഞ്ഞ വാക്യം എന്തുവന്നു? പ്രശ്നമാകത്തില്ലയോ? വേണ്ടല്ലേ? വേണ്ട എന്നാൽ ഈ ആഴ്ചയില്ല, അടുത്ത ആഴ്ച തൊട്ടിട്ട് അങ്ങനെ ഉണ്ടായിരിക്കും. ഈ ആഴ്ച ചോദിക്കുന്നില്ല. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഇന്ന് വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് അസ്വസ്ഥത തോന്നുന്നു, ഇന്ന് രാവിലെ ഇത് കേൾക്കുകയും ചെയ്തൊന്നും പറയാതെ പ്രാർത്ഥിക്കുക എങ്ങനെ? എന്ത്? യു ഷുഡ് ഫീൽ അൺകംഫർട്ടബിൾ. യെസ് യു മസ്റ്റ് ഫീൽ അൺകംഫർട്ടബിൾ. We didn't understand. നമുക്ക് മനസ്സിലായില്ല. യൂത്ത് ഇമ്പാക്ട് നല്ലതാ, യൂത്ത് കോൺഫറൻസ് നല്ലതാ, VBS നല്ലതാ, സൺഡേ സ്കൂൾ നല്ലതാ. പക്ഷെ അതൊന്നും പോരാ. The biblical principle model is parents taking the responsibility. ആവർത്തന പുസ്തകം 6-ാം അധ്യായം, ഞാനത് എടുക്കുന്നില്ല. നമ്മൾ അവിടെ കാണുന്നത്, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, കിടക്കുമ്പോൾ, അവരോടൊപ്പം ഇരിക്കുമ്പോൾ വചനം സംസാരിക്ക്. കേട്ടിട്ടുണ്ടോ മോനെ പപ്പ വചനം പറയുന്നേ? പപ്പയ്ക്ക് വചനം അറിയാം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പരിജ്ഞാനമൊക്കെ NLG-യിലുള്ള എല്ലാവർക്കും ഉണ്ട്. അത് മാത്രമല്ല, വേണമെങ്കിൽ ഒരു പ്രസംഗത്തിലുള്ള നമ്മുടെ ഉണ്ട്. നമ്മൾ ധൈര്യത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനം എടുത്താൽ മതി. കർത്താവേ, കൃത്യസമയം എൻ്റെ മക്കളെയൊക്കെ ഇരുത്തി ഞാനൊരു വേദഭാഗം, അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിക്കുന്ന ഒരു ഭാഗം എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് എത്രയോ സന്ദേശങ്ങളുണ്ട്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരോട് ഇടപെട്. ദൈവവചനം അവർക്ക് നുറുക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പറഞ്ഞു വരുന്ന കാര്യം, 1-ാമത്തെ കാര്യം, ഗിവ് ദം ഫുഡ്. അവർക്ക് ആഹാരം കൊടുക്കുക, നുറുക്കി കൊടുക്കുക. ചർച്ചിൽ നുറുക്കുന്നു, പോരാതെ വരുന്നത് വീട്ടിൽ നുറുക്കാൻ പിതാക്കന്മാർ, മാതാക്കൾ തയ്യാറാവട്ടെ.